നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറഞ്ഞു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് മകൻ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. നക്ഷത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ ദിശകൾ കാണിക്കുന്ന ദിവ്യ ദീപങ്ങളാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ, കാലത്തിന്റെ രഹസ്യങ്ങൾ തുറന്ന് കാണിക്കുന്ന ദൈവിക സന്ദേശങ്ങളാണ്. പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെ, കൊല്ലവർഷം 1202 മകൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല മേഖലകളിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും ഉയർച്ചകളും നൽകുന്ന ഒരു വർഷം തന്നെയാകും എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന ഭാരം, ആശങ്ക, തടസ്സം എന്നിവയൊക്കെ മാറി ആത്മവിശ്വാസവും ദൈവാനുഗ്രഹവും വർദ്ധിക്കുന്ന കാലമാണ്. കേതു അധിപനായിട്ടുള്ള മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. പല വ്യക്തികളും ഇതിന് താഴെ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. 12 കൂടുതൽ ഭാഗം വ്യാഴം എന്നൊക്കെ. ഗ്രഹനിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാവപ്രകാരമാണ് ചിന്തിക്കുക. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്ക് എത്തുന്നതിന് തുല്യമായിട്ടുള്ള സ്ഥിതി ആഗതമായിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. 2026 ജൂൺ 18 മുതൽ തന്നെ മകൻ നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെ സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് 12 വ്യാഴം എന്നൊന്നും പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. കേതു അധിപനായിട്ടുള്ള മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വളരെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയായിരിക്കും. കർമ്മരംഗത്തും കുടുംബ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഹേ മഹാഗണപതി, എന്റെ എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീക്കി വിജയപദങ്ങൾ തുറന്നു നൽകണമേ. നമുക്ക് ഇനി മകൻ നക്ഷത്രക്കാരുടെ പൊതു ഫലങ്ങൾ കൊല്ലവർഷം 1202 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരങ്ങളും വർദ്ധിക്കുന്നതാണ്. പുതിയ ആളുകളുമായി പരിചയം പുതുക്കുകയും സൗഹൃദം വെക്കുകയും അത് ഭാവിയിൽ നേട്ടമായി കലാശിക്കുകയും ചെയ്യും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നതാണ്. ക്ഷേത്ര ദർശനത്തിലേക്കും ആത്മീയ ചിന്തകളിലേക്കുമൊക്കെ കൂടുതൽ ആകർഷണം തോന്നുന്ന വർഷമാണ്. പിതൃക്കളുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ സ്വയം പരിഹാരത്തിലേക്ക് നീങ്ങുന്നതാണ്. ശത്രുക്കൾ ദുർബലരാകുകയും നിങ്ങൾക്ക് മാനസിക ശക്തി ലഭിക്കുന്നതുമാണ്. ഇനി മകൻ നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമുള്ള അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. തൊഴിൽ അന്വേഷിക്കുന്ന മകൻ നക്ഷത്രക്കാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ വരുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങളും ലാഭം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പിന്തുണ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. പിതൃതുല്യരായിട്ടുള്ള വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നതാണ്. മീഡിയ, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ രംഗം, ഓൺലൈൻ ബിസിനസ് മേഖലകൾ എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഉത്തമ കാലമാണ്. കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാനോ നല്ല രീതിയിൽ കുറയാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇനി മകൻ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക ഫലങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി വളരെയേറെ നേട്ടങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. പാരമ്പര്യ സ്വത്ത് സംബന്ധമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുകൂലമായി തീരുന്നതാണ്. ഭൂമി, വാഹനം, വീട് എന്നിവയൊക്കെ വാങ്ങാനോ പുതുക്കാനോ ഒക്കെയുള്ള യോഗമുണ്ടാകും. ബാങ്ക് ലോൺ സംബന്ധിച്ച കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നു ചേരുന്നതാണ്. എന്നാൽ ആഡംബരത്തിന് വേണ്ടിയുള്ള ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ട കാലം കൂടിയാണ്. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടി അമിതമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതിരിക്കുക. വ്യാഴം 12ാമത്തെ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾക്ക് മാത്രം ചെലവുകൾ ചെയ്യുക. അത്യാഡംബര കാര്യങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കുമായി ചെലവുകൾ ചെയ്യാതിരിക്കുക. ഇനി മകൻ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 കുടുംബം, പ്രണയം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ
വർദ്ധിക്കുന്നതാണ്. മക്കളുടെ വിവാഹം, ഉപരിപഠനം, തൊഴിൽ എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകളൊക്കെ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകലം കുറയുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പോലും അതെല്ലാം ഇല്ലാതായി നല്ല സ്വരച്ചേർച്ചയോടുകൂടി പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മകൻ നക്ഷത്രക്കാർക്ക് ഒരു മംഗള കർമ്മയോഗം വന്നു ചേരുന്നുണ്ട്. അതായത് സ്വഗൃഹത്തിൽ ഗൃഹപ്രവേശം, ആരുടെയെങ്കിലും വിവാഹം, പുതിയ സന്തതികളുടെ ജനനം എന്നിങ്ങനെയുള്ള നല്ല ശുഭകരമായിട്ടുള്ള പുതിയ മംഗളകർമ്മങ്ങൾ സ്വഗൃഹത്തിൽ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി മകൻ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ ആരോഗ്യ ഫലം ഒന്ന് പരിശോധിക്കാം. പൊതുവെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാകുന്ന വർഷമാണ് കൊല്ലവർഷം 1202. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കണ്ണ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന, സമ്മർദ്ദം കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. പരമാവധി അതൊക്കെ കുറയ്ക്കുക. ഉദര രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വെളിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കുക. അസ്ഥി സംബന്ധമായിട്ടുള്ള, അതായത് ജോയിന്റ് പെയിൻ, മുട്ടുവേദന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ശാരീരികമായിട്ടുള്ള ലഘു വ്യായാമങ്ങളിലൂടെ പരിഹരിക്കുക. ഉറക്കക്കുറവ് ഒഴിവാക്കുക. മതിയായ ഉറക്കം, വിശ്രമം ഇതെല്ലാം നേടിയെടുക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവില്ലാത്ത മകൻ നക്ഷത്രക്കാരാണെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കുക. ആവശ്യഘട്ടങ്ങളിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക. യോഗ, പ്രാണായാമം, സൂര്യ നമസ്കാരം എന്നിവയൊക്കെ മുടങ്ങാതെ ചെയ്യുക. ഇനി മകൻ നക്ഷത്രം ഓരോ പാദത്തിലും ജനിച്ചാലുള്ള പ്രത്യേക ഫലങ്ങളൊന്നും നോക്കാം. 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് പ്രത്യേക അംഗീകാരങ്ങൾ ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാം. പൊതുരംഗത്ത് പ്രശസ്തി ലഭിക്കാം. 2-ാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് വർദ്ധിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കോ വിദേശ ബന്ധത്തിനോ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. ഇനി 3-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ കൂടുതലായി ലഭിക്കും. പഴയ സുഹൃത്തുക്കളുമായി പുനഃസമാഗമത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. 4-ാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ശത്രുശല്യങ്ങൾ അവർക്ക് അവസാനിക്കുന്നതാണ്. കോടതി, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെ അനുകൂലമായി അവർക്ക് തീരുന്നതുമാണ്. ആദിത്യ ദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഗുണഫലങ്ങൾ അല്പം കുറഞ്ഞു എന്നിരിക്കാം. ആദ്യത്തെ ദശയിലുള്ള മകൻ നക്ഷത്രക്കാരായിട്ടുള്ള യുവാക്കൾക്ക് അഹങ്കാരം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. മാനസിക സമ്മർദ്ദവും അതുമൂലം വർദ്ധിച്ചേക്കാം. അധിക ഉത്തരവാദിത്തങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുക. ഇനി ചൊവ്വാദശയുള്ളവരാണെങ്കിൽ വാക്കുതർക്കം, നിയമപ്രശ്നങ്ങൾ, രക്തസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇവയ്ക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. കരുതലെടുക്കുക. വാഹനയാത്രയിലും ശ്രദ്ധ ആവശ്യമാണ്. മറ്റ് ദശാകാലങ്ങൾ ഉള്ളവരാണെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധ്യതമാകുന്നതാണ്. ധനലാഭവും മനസ്സമാധാനവും വിശിഷ്യ ലഭിക്കുന്നതാണ്. മകൻ നക്ഷത്രക്കാർ ദോഷപരിഹാരമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. മകൻ നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. കേതുവിന്റെ അതിദേവത ഗണപതിയാണ്. ഗണപതി ഉപാസന ഈ സമയത്ത് വളരെ ഗുണഫലങ്ങൾ നൽകും. കേതു വർഷാരംഭത്തിൽ ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ എല്ലാ മാസവും കർഗഹോമം നടത്തുക. ശിവഭജനം നടത്തുന്നതും സൂര്യ നമസ്കാരം പതിവായി നടത്തുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കും. ഞായറാഴ്ചകളിൽ പതിവായി ശിവക്ഷേത്ര ദർശനം നടത്തുക. സൂര്യോദയ സമയത്ത് സൂര്യനെ നമസ്കരിക്കുക. യോഗയിലെ സൂര്യ നമസ്കാരം ചെയ്യുക. ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കരഃ എന്ന മന്ത്രത്തെ സൂര്യനെ നോക്കി ജപിക്കുക. ഇത് ആരോഗ്യത്തിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും സഹായകരമാകും. കൂടാതെ ദാനങ്ങൾ ചെയ്യുന്നതും ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സാഹചര്യം ഒരുക്കും. രോഗികൾക്ക് മരുന്ന് എത്തിച്ച് സഹായം കൊടുക്കുക. പ്രായമായവർക്ക് ഭക്ഷണം കൊടുക്കുക. ക്ഷേത്രങ്ങളിൽ വിളക്ക് കൊളുത്തുക. ഇവയൊക്കെ ദോഷത്തിന് കാഠിന്യം കുറയ്ക്കുകയും ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാലം മാറും. ഇരുണ്ട ഗ്രഹങ്ങൾ പോലും ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ കരിവീണ മനസ്സിൽ പ്രതീക്ഷകളുടെ വെളിച്ചം തെളിയും. മകത്തിന്റെ ജീവിതത്തിൽ ദീപങ്ങൾ 1000 തെളിയും. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വഴികാട്ടിയാകും. പ്രിയപ്പെട്ട മകൻ നക്ഷത്രക്കാരെ, കൊലവർഷം 1202 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വർഷമാകാം. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോകുക. ഓർമ്മിക്കുക, ഗ്രഹങ്ങൾ വഴി കാട്ടും, പക്ഷേ പരിശ്രമമാണ് നിങ്ങളുടെ വിധി മാറ്റുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി കമന്റായിട്ട് രേഖപ്പെടുത്തുക. ദൈവാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രക്കാരുടെ ഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.